ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കെമിസ്ട്രിയുടെ മിഡ് ടേം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 8 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 9ാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1 ethyne molecule is allowed to react with 2 chlorine molecules. Write the structural formula of the product obtained. അതായത് ഈഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH YNE വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അത് ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ക്ലോറിൻ മോളിക്യൂളാണ് 2Cl2 ആണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH സിംഗിൾ ബോണ്ട് CH ഇനി സ്ട്രക്ചർ വരയ്ക്കാനാണെങ്കിൽ എങ്ങനെ വരും? CH സിംഗിൾ ബോണ്ട് CH എന്ത് ചെയ്യാണ്? ഇവിടെ രണ്ടിടത്തും ക്ലോറിൻ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യും, ഇവിടെയും ക്ലോറിൻ ആഡ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പേരെന്തുവാ? ആദ്യത്തെ കാർബൺ ആറ്റത്തിലും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും എന്തുണ്ട്? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ? രണ്ടിടത്തും ആദ്യത്തെ കാർബൺ ആറ്റത്തിലാണെങ്കിലും 2 ക്ലോറിൻ ആറ്റം ഉണ്ട്, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണെങ്കിലും 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? 1,1, 2,2 രണ്ടെണ്ണം ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ടെട്രാ അല്ലേ? 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ടെട്രാ ക്ലോറോ ഈഥേൻ എന്ന് പറയാം. ടെട്രാ ക്ലോറോ ഈഥേൻ. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിലാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. പക്ഷേ നോമൻക്ലേച്ചർ വരുന്നത് ഇത് പേരെഴുതാനുള്ളത് വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? ബോണ്ട് ബ്രേക്ക് ആയിട്ടത് സിംഗിൾ ബോണ്ട് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 1,1, 2,2 ടെട്രാ ക്ലോറോ ഈഥീൻ എന്ന് പറയുന്നത് ഫോം ചെയ്യണം. ഇവിടെ ഈ ANA സീൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല കേട്ടോ, എഴുതി പറയാണ്ട് പറ്റിയതാണ്. സ്പേസ് ഇടാൻ പാടില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് A saturated aliphatic hydrocarbon molecule contains a total of 7 carbon atom. 7 carbon atom ആണുള്ളത്. There is a methyl group as a branch at the second carbon atom of its main chain. അപ്പോൾ ഒരു അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്, അതിൻ്റെ ഉള്ള മൊത്തം 7 കാർബൺ ആറ്റം ഉള്ളത്. അതിൻ്റെ ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു മീഥൈൽ ഗ്രൂപ്പിൻ്റെ ബ്രാഞ്ചായിട്ട് കിടക്കുന്നതാണ്. അതാണ് നമുക്കതിനുള്ള മനസ്സിലാകുന്നത്. ഈ മീഥൈൽ എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് കിടക്കുകയും ചെയ്യുന്നത്. സോ നമുക്കതിനെ എങ്ങനെ ചെയ്യാം? ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മീഥൈൽ ഗ്രൂപ്പാണ്, അപ്പോൾ അത് ബ്രാഞ്ചാണെന്ന് മനസ്സിലായി. അപ്പോൾ പേരൻറ്റ് ചെയിനിൽ ആരുണ്ടാവും? 6 കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 6 എണ്ണം ഇട്ട് കൊടുക്കാം. 1, 2, 3, 4, 5, 6 എണ്ണം ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കാർബൺ ആറ്റം അത് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തു രണ്ടാമത്തെ കാർബൺ ആറ്റമായിട്ട്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എന്ത് കിടക്കുന്നുണ്ട്? ഒരു മീഥൈൽ ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 ആണല്ലോ. ബാക്കി നമ്മൾ ഹൈഡ്രോജനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ കാർബൺ ആറ്റത്തിന് 3 എണ്ണം ആവശ്യമാണ്. ഇവിടെ ഓൾറെഡി എന്താണ്? ഇവന് 2 ബോണ്ട് കിട്ടിക്കഴിഞ്ഞു അല്ലേ? 3 ബോണ്ട് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ഹൈഡ്രോജൻ ആറ്റത്തിന് റിക്വയർമെൻറ്റ്സേ ഉള്ളൂ. കാരണം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 കാർബണിൻ്റെ വാലൻസി. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, ഈ ഒരു കാർബൺ ആറ്റത്തിന് 2 എണ്ണം, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിന് 2 എണ്ണം, 2 ബോണ്ട് ഓൾറെഡി ഫിൽഡാണ്. അടുത്തപ്പോൾ നമുക്ക് എന്താണ്? 2 എണ്ണം കൂടി ആവശ്യമാണ്. CH2 2 എണ്ണം ആവശ്യമാണ്. ഇവിടെയും സെയിം തന്നെ 2 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ നമുക്ക് CH2. ഇവിടെയും അതുപോലെ തന്നെ എന്താണ്? 2 കാർബൺ ആറ്റം ഹൈഡ്രോജൻ ആറ്റം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ 3 ഹൈഡ്രോജൻ ആറ്റം ഇട്ട് കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം എന്താണ്? രണ്ടാമത്തെ ഇതിൻ്റെ ഉള്ള എന്താണ്? നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് ഒരു ചെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതിൻ്റെ പേര് എഴുതാൻ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? IUPAC നെയിം എന്താണ്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2 മീഥൈൽ, പേരൻറ്റ് ചെയിൻ ആരാണ്? 2 മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഇയാളുടെ പേര്. 2 മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യത്തിൽ എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദി ഇന്നർ സർഫസ് ഓഫ് കുക്ക് വെയർസ്. നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ആ ഒരു ഇന്നർ സൈഡിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പോളിമർ ഉണ്ട്. അതിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ നെയിം എന്താണ്? അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ടെഫ്ലോൺ എന്നാണ് അല്ലേ? അതിൻ്റെ കോമൺ നെയിമാണ് ടെഫ്ലോൺ. ഇതിൻ്റെ IUPAC നെയിം എന്തുവാ? CF2 ഡബിൾ ബോണ്ട് CF2 എന്നാണ് ഇതിൻ്റെ കെമിക്കൽ ഈ ഫോർമുല വരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ടെട്രാ ഫ്ലൂറോ എത്തീനാണ് കേട്ടോ. ടെട്രാ ഫ്ലൂറോ എത്തീൻ. 4 ഫ്ലൂറോ കിടക്കുന്നു. ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഓക്കെ, എത്തീൻ.
ENE ആണ് കേട്ടോ. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ENE ആണ്. ആ ഒരു ടേബിൾ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകൾക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ദെൻ രണ്ടാമത്തെ ചോദ്യം 12ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. നൈലോൺ 66 ഈസ് എ വെരി യൂസ്ഫുൾ പോളിമർ. വാട്ട് ആർ ദി മോണോമേഴ്സ്? പോളിമർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മോണോമേഴ്സ് കൂടിച്ചേരുമ്പോഴാണ് പോളിമേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? കാണാപ്പടം പഠിക്കേണ്ടത് തന്നെയാണ്. നൈലോൺ 66ൻ്റെ ആരാണ്? ഹെക്സാമെഥിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡുമാണ്. ഓക്കെ, ഞാൻ എഴുതാം ഇവിടെ. ഹെക്സാമെഥിലിൻ ഡയമീനും അതാണ് ഒരു മോണോമർ. അടുത്ത മോണോമർ എന്ന് പറയുന്നത് ആരാണ്? അഡിപ്പിക് ആസിഡുമാണ് കേട്ടോ. അഡിപ്പിക് ആസിഡ്. ഇവർ രണ്ടുപേരുമാണ് ഇവരുടെ മോണോമർ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് എനി വൺ യൂസ് ഓഫ് നൈലോൺ 66. എന്തെങ്കിലും ഒരു യൂസ് എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൂത്ത് ബ്രഷിൻ്റെയൊക്കെ ബ്രിസിൽസ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ നൈലോൺ 66 ആണ്. അതുപോലെ കുറേ ഫൈബേഴ്സ്, ഈ കാർപ്പറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഫൈബേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ ഈ ഹൈ സ്ട്രെങ്ത് വേണ്ടിയിട്ടുള്ള ഈ ക്ലൈംബിംഗ് റോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനും ഈ നൈലോൺ 66 യൂസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപടി ആപ്ലിക്കേഷൻ അതിനുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോളിമറാണിത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ദി ഗിവൺ സ്ട്രക്ചർ. ഓക്കെ, റൈറ്റ് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ ആരാണെന്ന് കണ്ടുപിടിക്കാം. ലോങ്സ്റ്റ് ചെയിൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 1, 2, 3, 4 കാർബൺ ആറ്റം ഉണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ്? അടുത്തതെന്ന് പറയുന്നത് ഇവിടെ വരച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എണ്ണി നോക്കൂ. ഇവിടെ കണ്ടോ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ എത്രയാണ് ലോങ്ങസ്റ്റ് ചെയിനിൽ വരുന്നത്? എത്രയാണ്? വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും എത്ര എണ്ണം ഉള്ളൂ? 4 എണ്ണേ വരാനുള്ളൂ. അപ്പോൾ നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. എത്ര എണ്ണമാണ്? അപ്പോൾ ഞാൻ ഒന്നുകൂടെ മാച്ചിട്ട് എഴുതാം. മാച്ചിട്ട് വരുമ്പോൾ നമ്മളുടെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ആരായിട്ട് വരും? ഇയാളാണ് നമ്മളുടെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, ദെൻ റൈറ്റ് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദി ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് വരുന്നത്. ഓക്കെ, പെൻഡാണ് വരുന്നത്. പെൻഡെയിനാണ്. ഇവിടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് പെൻഡെയിനാണ്. വാട്ട് ഈസ് ദി പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു വിച്ച് മീഥിയൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്? ഇവിടെ കണ്ടോ 2 മീഥിയൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ? അത് ഏത് കാർബൺ ആറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 3ാമത്തെ കാർബൺ ആറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പറിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ 1, 2, 3 ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? ഈ കാർബൺ എന്ന് പറയുന്നത് 3ാമത്തെ കാർബൺ ആറ്റമാണ് കേട്ടോ. ഞാൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇപ്പം നമ്മൾ കണ്ടതാണ് 3ാമത്തെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളിതിനെ എങ്ങനെ എഴുതും? 3,3 ഡൈമീഥൈൽ ആരാണ്? ഡൈമീഥൈൽ പെൻഡെയിൻ. ഓക്കെ, ഡൈമീഥൈൽ പെൻഡെയിൻ ആണ്. 3,3 ഡൈമീഥൈൽ പെൻഡെയിൻ ആണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം പറഞ്ഞേക്കുന്നത് എ കോമ്പൗണ്ട് CH3CHO ആൻഡ് CH3CH2CHO ആർ മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. റൈറ്റ് ദി നെയിം ഓഫ് ദി ഫാമിലി ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്. അവരെന്താണ്? CHO എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സിൻ്റെ ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ് ആണ്. ഓക്കെ, ഇത് ആൽഡിഹൈഡ്സ് ആണ്. ദെൻ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. ഇതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തേൻ്റെ എന്താണ്? 1, 2. ഇതിൻ്റെ പേരെന്താണ്? എത്തനാൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് എത്തനാൽ. 2 എണ്ണം ഉള്ളതുകൊണ്ട് എത്തനാലാണ്. ഇതിൻ്റെ ഉള്ള 1, 2, 3 എണ്ണം ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? പ്രൊപ്പനാൽ എന്നാണ് കേട്ടോ. പ്രൊപ്പനാൽ. Then draw the structure of a compound having same molecular formula of compound 2. ഇതിൻ്റെ എന്താ എഴുതേണ്ടത്? ബട്ട് ഹാവിങ് അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം CHOയും COയും അതായത് ആൽഡിഹൈഡ്സും കീറ്റോൺസുമാണ് എന്ത് വരുന്നത്? മിക്ക സമയങ്ങളിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിൽ CHO ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മിക്കവാറും കാണിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് CO ആയിരിക്കും. ഓക്കെ, കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം നമ്മളിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? CH3 CO CH3 എന്ന് വരും അല്ലേ. ഇവിടെ നമ്മുടെ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. തന്നെ നോക്കിയാൽ 1, 2, 3 C3 അല്ലേ. C3 ഹൈഡ്രോജൻ എത്ര ഉണ്ട്? 3, 6 H6OA ഒരു ഓക്സിജൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ എന്താണ് കെമിക്കൽ ഫോർമുല? C3H6
6O തന്നെ. അപ്പോൾ സെയിം മോളിക്കുലർ ഫോമുലയാണ്, ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കേട്ടോ. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ ഒരു സെഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.